എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് ഒരു പിസ്സയാണ്. അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന വീഡിയോ നോക്കാം. പിസ്സയുടെ ഡോ തയ്യാറാക്കാനായിട്ട് മെഷറിംഗ് കപ്പിൽ 1/2 കപ്പ് ഇളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഇപ്പോൾ കുറച്ച് ഉപ്പ് ഇതിൽ ചേർക്കണുള്ളൂ. പിന്നെ ഞാൻ മാവിൽ കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മളിത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് ഇത് 10 മിനിറ്റ് നമ്മൾ പൊങ്ങാൻ വയ്ക്കുക. പിസ്സയുടെ ഡോ തയ്യാറാക്കാനായിട്ട് നമ്മൾ 250 ml കപ്പിൽ 2 കപ്പ് മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഈസ്റ്റിൻ്റെ മിശ്രിതം ഉണ്ടാക്കിയപ്പോൾ കുറച്ച് ഉപ്പ് അതിൽ ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. എന്നിട്ട് നമ്മളിത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ഈസ്റ്റ് അതിൻ്റെ മിശ്രിതം നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. അത് നമ്മൾ കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കാം. എന്നിട്ട് നമ്മൾ ഇത് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ ഇത് കുഴച്ചെടുക്കണം. ഇനി പോരാത്ത വെള്ളം നമ്മൾ ഇളം ചൂടുവെള്ളം തന്നെ ഇതിലേക്ക് നമ്മൾ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ചപ്പാത്തിക്ക് മാവ് കുഴക്കുന്ന പോലെ കുഴച്ചെടുക്കണം. പക്ഷേ ചപ്പാത്തിയുടെ അത്ര ഹാർഡായിട്ട് കുഴക്കരുത്. കുറച്ച് അതിനേക്കാൾ ലൂസായിട്ട് വേണം നമ്മൾ ഈ മാവ് കുഴച്ചെടുക്കാൻ. നമ്മുടെ പിസ്സയുടെ ഡോ നമ്മൾ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. അത് നമ്മളതിൻ്റെ മേലേക്ക് നമ്മൾ കുറച്ച് ഒലീവ് ഓയിൽ ഇങ്ങനെ തടവി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഒരു 1.5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. അപ്പോഴേക്കും ഈ മാവ് ഇതിൻ്റെ ഡബിൾ ഇരട്ടിയായിട്ട് വീർത്ത് വരും. അപ്പോഴാണ് നമുക്ക് പിസ്സ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇവിടെ നമ്മുടെ ചിക്കൻ പിസ്സയ്ക്ക് ആവശ്യമായിട്ടുള്ള ചിക്കൻ ഞാൻ കുറച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മളൊരു 1/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിതിലിപ്പോൾ ചേർക്കണില്ല. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഒരു 1/2 ടീസ്പൂൺ കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. നന്നായിട്ട് കൈകൊണ്ട് തന്നെ തിരുമ്പി യോജിപ്പിക്കാം. എന്നിട്ട് നമുക്കിത് ഓയിലിൽ കുറച്ച് നേരം മാരിനേറ്റ് ചെയ്ത് വെച്ച ശേഷം നമുക്ക് ഓയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ 1 മണിക്കൂറിന് ശേഷം നമ്മൾ മാവ് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇത് ഒന്നുകൂടി നമ്മൾ കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പിസ്സ ഞാൻ കുറച്ച് നേരം കൂടി അത് മാവൊന്ന് വീർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് നമ്മൾ പിസ്സ സോസ് എന്നും പറഞ്ഞിട്ട് ഒരു സോസ് വാങ്ങാൻ കിട്ടും. ഈ സോസ് അഥവാ നിങ്ങൾക്ക് വീട്ടിലില്ലെങ്കിൽ നമുക്കിത് ഈ പിസ്സ സോസ് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഇത് ഞാൻ റെഡിമെയ്ഡായിട്ട് വാങ്ങിച്ചതാണ്. ഇത് നമുക്കിതിൽ പിസ്സയിൽ നന്നായിട്ട് തേച്ച് കൊടുക്കാം. നന്നായിട്ട് ഈവണായിട്ട് എല്ലാ ഭാഗത്തേക്കും നമുക്കിത് തേച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മളതിലേക്ക് കുറച്ച് ഒറിഗാനോ എടുക്കുക. അതൊന്ന് ക്രഷ് ചെയ്യുക. ഒന്ന് ഇട്ട് കൊടുക്കുക. ഇതൊക്കെ ആവശ്യമുണ്ടെങ്കിൽ മതി കേട്ടോ. ഇതൊക്കെ ഓപ്ഷനിലാണ്. ആവശ്യമുള്ളവർക്ക് ചേർത്താൽ മതി, ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. അതേപോലെ നമ്മൾ കുറച്ച്
തൈം എടുക്കുക, അത് നമ്മളൊന്ന് ക്രഷ് ചെയ്യുക. ഇതൊക്കെ പിസ്സയുടെ മണം വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിതൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ക്യാപ്സിക്കം, റെഡ് ക്യാപ്സിക്കം വാങ്ങിച്ച് ഇതൊന്നും എന്താ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അത് വെച്ചാൽ മതി. ഇത് ഞാനൊരു ഭംഗിക്കും കൂടിയാണ് ഇതൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുന്നത്. ഇവിടെ സവോള വട്ടത്തിലരിഞ്ഞിട്ട് അത് ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചിക്കൻ പിസ്സയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുക. ചിക്കത്തിരി കൂടുതൽ, പിള്ളേർക്ക് ചിക്കനേ വേണ്ടൂ. അപ്പോൾ അതിത്തിരി കൂടുതൽ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന് മേലേക്ക് നമ്മൾ ഇത് ഞാൻ ക്യൂബായിട്ട് വാങ്ങിയ മൊസറല്ല ചീസ് ഗ്രേറ്റർ വെച്ചിട്ടൊന്ന് ഗ്രേറ്റ് എടുത്തതാണ്. അത് കുറച്ചധികം തന്നെ ചേർത്ത് കൊടുക്കുക. ഇത് ഞാനിവിടെ ഗ്യാസ് അടുപ്പുകളാണ് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ ഓവൻ പ്രീഹീറ്റ് ചെയ്യണ പോലെ നമ്മളിവിടെ ഇതേപോലെ ഒരു പാൻ എടുത്തിട്ട് നമ്മൾ അതിൽ ഒരു തട്ടിറക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അത് നന്നായിട്ട് ചൂടായതാണ്, മുന്നേ നമ്മൾ ചൂടാക്കി ഇടണം. അതിന് ശേഷം നമ്മൾ തീ ഒന്ന് കുറച്ചതിന് ശേഷം, ഇപ്പോൾ ഈ പാൻ നല്ല ചൂടിലാണ് ഇരിക്കുന്നത്. ഇനി തീ ഒന്ന് കുറച്ചതിന് ശേഷം നമ്മൾ ഇതങ്ങനെ മൂടി വെച്ചിട്ട് ഒരു 35 മിനിറ്റ് നമുക്ക് നോക്കാം. എന്നിട്ട് അത് വെന്തിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കിയിട്ട് ആയിട്ടില്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി നേരം വെക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ പിസ്സയുടെ ഒരു പോർഷൻ എടുത്തിട്ട് നമ്മൾ നടുക്കൊക്കെ ഇത്തിരി കനം കുറച്ചും സൈഡിൽ ഇത്തിരി കനം കൂട്ടിയെടുക്കുക. എല്ലാവിടെയും ഈവണായിട്ട് ഉണ്ടാവണം. എന്നിട്ട് നമ്മളിത് അധികം പൊങ്ങി വരാണ്ടിരിക്കാൻ ഒരു ഫോർക്ക് എടുത്തിട്ട് ഇങ്ങനെ കുത്തി കൊടുക്കുക. ഇനി നമുക്ക് അടുത്തതായിട്ട് വെജ് പിസ്സ ഉണ്ടാക്കി കാണിക്കാനായിട്ട് നമ്മളിതൊരു പ്ലേറ്റിലാണ് എടുത്തിരിക്കുന്നത്. അതിൽ ബട്ടർ തടവിയിട്ട് കുറച്ച് മൈദപ്പൊടി ഇങ്ങനെ ഇട്ട് കൊടുത്ത് ഒന്ന് ഡസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അടുത്ത പോർഷൻ മാവ് എടുത്തിട്ട് ഇതേപോലെ മാവിടെ നന്നായിട്ട് വീർത്തിട്ടുണ്ട്. ഈവണായിട്ട് എല്ലാ ഭാഗത്തേക്കും നമ്മൾ ഒരേ സെയിം ആയിട്ട് തന്നെ നമ്മൾ ഈ സൈഡിലേക്ക് നമ്മൾ കുറച്ച് മാവ് കനം കൂട്ടി കൊടുക്കാം. അതിനുശേഷം നമ്മൾ എല്ലായിടത്തേക്കും ഈവണായിട്ടുണ്ട്. അപ്പം നമുക്ക് ഒന്ന് എയറൊക്കെ ഒന്ന് കളയാനിങ്ങനെ ജസ്റ്റ് ഒന്ന് ഫോർക്ക് വെച്ച് കുത്തി കൊടുക്കുക. സെയിം നമ്മുടെ പിസ്സ സോസ് നന്നായിട്ട് ഇതിലൊക്കെ തേച്ച് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ തൈയും കുറച്ച് ക്രഷ് ചെയ്തിട്ട് കയ്യിൽ വെച്ചിട്ട് ക്രഷ് ചെയ്തതിന് ശേഷം ഇട്ട് കൊടുക്കുക. ഒറിഗാനോ കുറച്ച് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. പാപ്രിക്ക പൗഡർ ഇതൊക്കെ ഓപ്ഷനിലാണ് കേട്ടോ. ഇതൊന്നും ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. അതൊന്ന് തിരുമ്പിയിട്ട് അതൊന്ന് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമ്മുടെ മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കുക.
അതിൻ്റെ മുകളിൽ നമ്മൾ ക്യാപ്സിക്കം, റെഡ് ക്യാപ്സിക്കം, ഗ്രീൻ ക്യാപ്സിക്കം, അതുപോലെ തന്നെ നമ്മൾ ഒലീവ് കായ, ഇതൊക്കെ നമ്മൾ ഭംഗിക്ക് ഡെക്കറേഷന് വേണ്ടി ചേർക്കണതാണ് കേട്ടോ. ഇതൊന്നും വലിയ നിർബന്ധമില്ല. ഇത് നമ്മൾ ചെറിയ പീസാക്കിയിട്ട് വട്ടത്തിൽ ഇതേപോലെ തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ വെജ് പിസയും നമ്മൾ ഇതിലേക്ക് മാറ്റാൻ പോവാണ്. മറ്റേത് വെന്തതിന് ശേഷം നമ്മൾ ഇത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ പിസയും വെജ് പിസയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ എന്താ പ്ലേറ്റിലുണ്ടാക്കിയ പിസയിന് അടിയൊന്നും കരിഞ്ഞിട്ടൊന്നുമില്ല, നല്ല പെർഫെക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. എനിക്കിവിടെ 25 മിനിറ്റ് ആകെ വേണ്ടി വന്നുള്ളൂ. ഓരോരുത്തരുടെയും കുക്കിംഗ് ടൈം വ്യത്യാസമായിരിക്കും. നമ്മൾ കുറച്ച് നേരം വെച്ചിട്ട് നമ്മളൊരു ഫോർക്ക് വെച്ച് കുത്തി വെക്കുക. ആ ഫോർക്കുമ്പോൾ മാവൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ നമ്മുടെ പിസ്സ കുക്കായിട്ടുണ്ടെന്നാണ് അവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ വരും. അത് അമർത്തിയാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റുകയുള്ളൂ.